നമസ്കാരം. അതിശക്തമായ മഴയിൽ കോഴിക്കോട് ജില്ലയിലും വ്യാപകമായ നാശനഷ്ടം. വൻതോതിലാണ് ഇവിടെ കൃഷിനാശം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. മലയങ്ങാട് പാലം ഉൾപ്പെടെ ഒലിച്ചു പോയിട്ടുണ്ട്. ഇതോടെ 12 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. 4 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുഴയുടെ വശത്തായുള്ള വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് കുറ്റ്യാടി മരുതോങ്കര വില്ലേജിൽ പശുക്കടവ് ഭാഗത്തും ഉരുൾപൊട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊടുവള്ളി പാലക്കുറ്റി ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. റോഡിലുൾപ്പെടെ വെള്ളം നിറഞ്ഞതോടെ വയനാട് റോഡിൽ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള തീവണ്ടി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മാനന്നൂരിൽ പാളത്തിന് സമീപം ഉണ്ടായ മണ്ണിടിച്ചിലാണ് കാരണം. വീഴ്മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം കുത്തിയൊഴുകി ദേശീയപാത അണക്കപ്പാറയിൽ റോഡ് മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മംഗലം ഗോവിന്ദാപുരം പാതയിൽ ചിറ്റലഞ്ചേരിക്ക് സമീപം വലിയ വെള്ളക്കെട്ട് ഉണ്ടായതിനാൽ ഈ റോഡിലൂടെയുള്ള ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചു. ശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടിലും മണ്ണിടിച്ചിലിലും ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ വടക്കഞ്ചേരിയിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ശക്തമായ മഴയെ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. മാനന്നൂരിൽ പാളത്തിന് സമീപം ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവെച്ചത്. വള്ളത്തോൾ നഗറിനും വടക്കാഞ്ചേരിക്കും ഇടയിൽ കനത്ത വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് കാരണമാണ് ട്രെയിനുകൾ പലതും ഭാഗികമായി റദ്ദാക്കിയിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 16305 എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി തൃശ്ശൂർ വരെയും, ട്രെയിൻ നമ്പർ 16791 തിരുനെല്വേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ആലുവയിലും യാത്ര അവസാനിപ്പിക്കും. ട്രെയിൻ നമ്പർ 16302 തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ചാലക്കുടി വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. മാത്രമല്ല, ഇത് കൂടാതെ വയനാട്ടിലേക്കുള്ള KSRTC സർവീസുകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ശക്തമായ തോതിലുള്ള വെള്ളപ്പൊക്കവും മലയിടിച്ചിലും ഒക്കെ കാരണം ഈ മേഖലയിലാകെ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. അവശ്യ സർവീസുകളെ മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ കടത്തിവിടുന്നത്. വയനാട്ടിൽ നിന്ന് പരിക്കേറ്റവരെയും കൊണ്ടുള്ള വാഹനങ്ങൾ, ആംബുലൻസുകൾ തുടങ്ങിയ സർവീസുകൾക്കെല്ലാം തന്നെ ഇതുവഴി യാത്രാനുമതി നൽകിയിട്ടുണ്ട്.